നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ ലക്ഷ്മി. കറവ പശുക്കളുടെ വേനൽ പരിപാലനത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നത്. അത്യുൽപാദന ശേഷിയുള്ള HF, ജേഴ്സി, സങ്കര ഇനം പശുക്കൾക്ക് വേനൽ ചൂടിനെ അതിജീവിക്കാനുള്ള കഴിവ് വളരെയധികം കുറവാണ്. വേനൽ കടുക്കുന്നതോടുകൂടി പശുക്കളിൽ തളർച്ച കാണപ്പെടുക, തീറ്റമടുപ്പ് അനുഭവപ്പെടുക തുടങ്ങിയവ സാധാരണമായിട്ടുള്ള ലക്ഷണങ്ങളാണ്. ശരീരസമ്മർദ്ദമേറുമ്പോൾ രോഗബാധയ്ക്കുള്ള സാധ്യതയും ഏറെയാണ്. വേനൽക്കാലത്ത് കർഷകർ നേരിടുന്ന മറ്റൊരു വെല്ലുവിളിയാണ് പാലുൽപാദനം കുറയുക എന്നത്. കൃത്യമായിട്ടുള്ള പശുപരിപാലനത്തിലൂടെ ഒരു പരിധിവരെ നമുക്ക് ഈ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കും. ഉഷ്ണസമ്മർദ്ദം ഒഴിവാക്കാൻ തൊഴുത്തിൽ വായുസഞ്ചാരം ഉറപ്പാക്കണം. തൊഴുത്തിൻ്റെ നടുക്ക് 3.5 മീറ്റർ ഉയരവും വശങ്ങളിൽ 3 മീറ്റർ ഉയരവും അത്യാവശ്യമാണ്. വശങ്ങളിലെ ഭിത്തിയുടെ ഉയരം പരമാവധി 1 മീറ്റർ മതി. തൊഴുത്തിനുള്ളിൽ മുഴുവൻ സമയവും ഫാൻ പ്രവർത്തിപ്പിക്കേണ്ടതാണ്. പനയോല, തെങ്ങോല, ടാർപോളിൻ, ഗ്രീൻ നെറ്റ് എന്നിവയിൽ ഏതെങ്കിലും ഉപയോഗിച്ച് തൊഴുത്തിലെ മേൽക്കൂരയ്ക്ക് കീഴിയായി സീലിംഗ് ഒരുക്കുന്നത് ചൂടിനെ ഒരു പരിധിവരെ കുറയ്ക്കാൻ സഹായിക്കും. സ്പ്രിംഗ്ലർ, മിസ്റ്റ്, ഷവർ ഇവയിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ച് പശുക്കളെ ഇടയ്ക്കിടയ്ക്ക് നനച്ചു കൊടുക്കുന്നത് ഉഷ്ണസമ്മർദ്ദം ഒഴിവാക്കാൻ സഹായിക്കും. തൊഴുത്തിന് മുകളിൽ സ്പ്രിംഗ്ലർ ഉപയോഗിച്ച് മേൽക്കൂരയും ഇടയ്ക്ക് നനച്ചു കൊടുക്കാവുന്നതാണ്. നിർജ്ജലീകരണം തടയാനും അതുപോലെ തന്നെ പാലുൽപാദന നഷ്ടം കുറയ്ക്കാനും 24 മണിക്കൂറും തൊഴുത്തിനുള്ളിൽ കുടിവെള്ളത്തിൻ്റെ ലഭ്യത ഉറപ്പാക്കേണ്ടതാണ്. പശുക്കൾക്ക് യഥാസമയം വെള്ളം ലഭ്യമാക്കാനായി ഓട്ടോമാറ്റിക് വാട്ടർ ബൗൾ സംവിധാനം തൊഴുത്ത് നമുക്ക് സ്ഥാപിക്കാവുന്നതാണ്. കുടിവെള്ളം ചൂട് പിടിക്കുന്നത് തടയാനായി കുടിവെള്ളം ശേഖരിച്ചു വെക്കുന്ന ടാങ്കുകളും അതുപോലെ തന്നെ അതിൻ്റെ വിതരണ പൈപ്പുകളും നനച്ച ചണച്ചാക്ക് കൊണ്ട് മൂടിയിടുന്നത് നല്ലതാണ്. പശുക്കൾക്ക് കൊടുക്കുന്ന കാലിത്തീറ്റ ഗുണനിലവാരമുള്ള കാലിത്തീറ്റ തന്നെയായിരിക്കണം. കാലിത്തീറ്റയും വൈക്കോലും നൽകുന്നത് ചൂട് കുറഞ്ഞ സമയങ്ങളിലും രാത്രിയിലുമായി ക്രമീകരിക്കണം. പകൽ സമയത്ത് ധാരാളം ജലാംശമടങ്ങിയിട്ടുള്ള തീറ്റപ്പുല്ലുകളും അതുപോലെ തന്നെ അസോളയും നൽകുന്നത് നല്ലതാണ്. വേനൽക്കാലത്ത് പച്ചപ്പുല്ലിന് ലഭ്യത വളരെയധികം കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ജീവകം A അടങ്ങിയിട്ടുള്ള മിശ്രിതങ്ങൾ കൊടുക്കുന്നത് നല്ലതായിരിക്കും. വിപണിയിൽ ലഭ്യമായിട്ടുള്ള ധാതുലവണ മിശ്രിതങ്ങളും ഈസ്റ്റ് അടങ്ങിയിട്ടുള്ള പ്രോബയോട്ടിക്കുകളും തീറ്റയിൽ ഉൾപ്പെടുത്തണം. കറവ് കൂടിയ പശുക്കളുടെ തീറ്റയിൽ ബൈപ്പാസ് പ്രോട്ടീനും ബൈപ്പാസ് ഫാറ്റും ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. പശുക്കളുടെ ദേഹത്ത് കാണപ്പെടുന്ന ബാഹ്യപരാതങ്ങൾ ഏറ്റവും കൂടുതൽ പെറ്റുപെരുകാൻ സാധ്യതയുള്ള ഒരു സമയമാണ് വേനൽക്കാലമെന്ന് പറയുന്നത്. ബാഹ്യപരാതങ്ങൾ പരത്തുന്ന തൈലേറിയോസിസ്, അനാപ്ലാസ്മോസിസ്, ബബീസിയോസിസ് തുടങ്ങിയ രക്താണു രോഗങ്ങൾ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന സമയം കൂടിയാണ് വേനൽക്കാലം. തീറ്റമടുപ്പ് അനുഭവപ്പെടുക, പാലുൽപാദനം പെട്ടെന്ന് കുറയുക, തളർച്ച, ക്ഷീണം, ശക്തമായിട്ടുള്ള പനി, വയറിളക്കം, വിളർച്ച, മൂത്രത്തിൻ്റെ നിറത്തിൽ വരുന്ന വ്യത്യാസം, കണ്ണിൽ പീള കിട്ടുക, മൂക്കൊലിപ്പ്, വായിൽ കൂടി നുരയും പതിയും വരിക, അസ്വാഭാവികമായിട്ട് എന്ത് ലക്ഷണങ്ങൾ കണ്ടാലും ഉടനടി ഒരു വെറ്റിനറി ഡോക്ടറുടെ സേവനം ലഭ്യമാക്കേണ്ടതാണ്. അകിട് വീക്കത്തിനുള്ള സാധ്യതയും ഈ വേനൽ സമയത്ത് വളരെയധികം കൂടുതലാണ്. കുരുളടപ്പൻ പോലുള്ള അസുഖങ്ങളും ഈ സമയത്ത് ധാരാളമായി കണ്ടുവരുന്നു. മനുഷ്യരെ പോലെ തന്നെ ഈ കടുത്ത വേനലിൽ പശുക്കൾക്കും സൂര്യതാപവും സൂര്യാഘാതവും ഏൽക്കാനുള്ള സാധ്യതയും വളരെയധികം കൂടുതലാണ്. പകൽ 11-നും 3-നും ഇടയിലുള്ള സമയത്ത് പശുക്കളെ തുറസായ സ്ഥലത്ത് മേയാൻ വിടുന്നതും പാടങ്ങളിൽ കൊണ്ട് കെട്ടുന്നതും ഒഴിവാക്കേണ്ടതാണ്. വേനൽക്കാലം എന്ന് പറയുന്നത് മനുഷ്യർക്കെന്ന പോലെ തന്നെ പശുക്കൾക്കും എല്ലാ മൃഗങ്ങൾക്കും വളരെയധികം ബുദ്ധിമുട്ടുള്ളൊരു സമയം കൂടിയാണ്. കൃത്യമായ പശുപരിപാലന മാർഗങ്ങളിലൂടെ ഒരു പരിധിവരെ നമുക്ക് നമ്മുടെ കറവ പശുക്കളെ ഈ വേനൽ ചൂടിൽ നിന്നും സംരക്ഷിക്കാവുന്നതാണ്. ഈ വീഡിയോ എല്ലാ ക്ഷീര കർഷകർക്കും ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.